നമസ്കാരം. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗതികേടിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ആലോചിക്കാൻ കാരണം? ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതോടുകൂടിയിട്ടാണ്, അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടതോടുകൂടിയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നത്. കാരണം ഒരു പുരുഷനായ ഒരാൾ സാരി ഉടുത്താൽ പെണ്ണായി മാറുമോ? അതായത് നരേന്ദ്രമോദി സാരി ഉടുത്ത് നടന്നാൽ പെണ്ണായി മാറുമോ? മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ കല്യാണം നടന്നു, ഭാര്യ ആദ്യ ദിവസം തന്നെ ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടേച്ചു പോയി എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആ ഭാര്യയെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടത്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ആ ഭാര്യയെ തേടി സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തു എന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും സ്ത്രീകളോടുള്ള സമീപനം എന്താണെന്ന് നമ്മൾ സ്വയം പറയാതെ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കല്യാണ ദിവസം തന്നെ ഭാര്യ മോദിയെ വിട്ടേച്ചു പോയി എന്നുള്ള കാര്യം, പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെയാണ് ഇപ്പോൾ വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ മോഡി കാണിക്കുന്ന വഞ്ചന. ഇന്ത്യയിൽ പ്രമുഖ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഏറ്റവും പ്രധാന തമിഴ്നാടും ബംഗാളുമാണ്. ആസാമും പുതുച്ചേരിയും കേരളവും ഇലക്ഷൻ കഴിഞ്ഞു. അതിനിടയിലാണ് മോദി ഈ വനിതാ സംവരണ ബില്ലുമായിട്ട് എത്തിയത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബില്ലായിരുന്നില്ല. വനിതാ സംവരണ ബില്ല് നേരത്തെ 2024 തന്നെ പാസ്സാക്കി വെച്ചതാണ്. പിന്നെ അതിനുള്ള ബാക്കി ക്രമീകരണങ്ങൾ കൂടെ പൂർത്തീകരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. 850 ഡിവിഷനായിട്ട് 850 ലോകസഭാ മണ്ഡലങ്ങളായി ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കണം, മണ്ഡല പുനർക്രമീകരണം നടത്തണം. വനിതാ സംവരണ ബില്ലിൻ്റെ പേരിലാകുമ്പോൾ അത് പ്രതിപക്ഷം പിന്നെ മിണ്ടില്ല എന്നതുകൊണ്ടല്ല അദ്ദേഹം ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങിയത്. വനിതാ സംവരണ ബിൽ പാസ്സാവരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മോദി ഇങ്ങനെയൊരു ബില്ലുമായി വന്നത്. കാരണം അതിൽ മണ്ഡല പുനർനിർണയം അടങ്ങിയ ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം പാസ്സാക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. മണ്ഡല പുനർക്രമീകരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും മണ്ഡലങ്ങൾ വർദ്ധിക്കും. അതായത് വടക്കേ ഇന്ത്യയിൽ UPൻ്റെ കാര്യം എടുത്താൽ 26 കോടി ജനസംഖ്യ ഉണ്ട്. 10 ലക്ഷത്തിന് ഒരു പാർലമെൻറ്റ് MP എന്ന നിലയിൽ പുനഃക്രമീകരിച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര MP മാരുണ്ടാകും? മിനിമം 26 കോടി ജനസംഖ്യയുള്ള UPയിൽ എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡല ക്രമീകരണം പുനർക്രമീകരിച്ചു കഴിഞ്ഞാൽ BJPക്ക് സ്വാധീനമുള്ള വടക്കേ ഇന്ത്യയിൽ അവർക്ക് വലിയ തോതിൽ മണ്ഡലങ്ങൾ വർദ്ധിക്കും. ആ മണ്ഡലങ്ങൾ വർദ്ധിക്കുമ്പോൾ അവർക്ക് അടുത്ത ഇലക്ഷനിൽ അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ വിജയിക്കാൻ കഴിയും. ദക്ഷിണേന്ത്യയോ അതേപോലെ കിഴക്കേ ഇന്ത്യയോ ഒന്നും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അവർ ഏകദേശം തുല്യ ഫൈറ്റിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, 290ഓളം വോട്ട് അവർക്ക് അനുകൂലമായി കിട്ടിയപ്പോൾ 250 മേലെ വോട്ട് എതിർത്തും കിട്ടി. വെറും 40 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പം അവിടെ ഈ ബില്ല് പരാജയപ്പെട്ടത്. പക്ഷേ ഈ ബില്ല് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബില്ല് അവതരിപ്പിച്ച സമയം എപ്പോഴാണ്? പാർലമെൻറ്റ് തുടർച്ചയായി നടക്കുമ്പോഴല്ല, ഇന്ത്യയിൽ സുപ്രധാനമായ ഇലക്ഷനുമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിൽ ഒറ്റക്കെട്ടായി നടക്കുന്ന സമയത്താണ്. 2, വനിതാ സംവരണ ബില്ല് മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല. വനിതാ സംവരണ ബില്ലിന് പ്രതിപക്ഷം എതിരായിരുന്നോ? അല്ല. പിന്നെ എന്താണ് അവർ ഇതിന് തടസ്സം നിന്നത്? 850 മണ്ഡലങ്ങളായി പുനർക്രമീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായ ചർച്ച വേണം. ആ ചർച്ചയ്ക്ക് മറ്റൊരവസരത്തിൽ അത് സെപ്പറേറ്റ് ബില്ലായി കൊണ്ടുവരണം. വനിതാ സംവരണ ബില്ല് വേറെയായിട്ടും മണ്ഡല പുനർക്രമീകരണ ബില്ല് വേറെയായിട്ടും കൊണ്ടുവരണം. സെപ്പറേറ്റ് ചർച്ച നടത്തി വളരെ വിശദമായിട്ട് നടക്കണം. അത് ധൃതി പിടിച്ച് എടുത്തു ചാടി 3 ദിവസത്തേക്ക് പെട്ടെന്ന് ലോകസഭ കൂടി അതല്ല നടക്കുന്നത്. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറയുക വനിതകളോട് ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത്, ഭ്രൂണഹത്യയാണ് ചെയ്തിട്ടുള്ളത് തുടങ്ങി ചാബല്യം നിറഞ്ഞ, രാഷ്ട്രീയത്തിലെ പക്വതയില്ലാത്ത, ഞങ്ങൾ എല്ലാ കാലത്തും ബുദ്ധിമാന്മാരാണ്, ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്ന രൂപത്തിൽ മോദി നടത്തിയ ഈ പരാക്രമം രാജ്യത്തിലെ സ്ത്രീകളെയാണ് അപമാനിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിഷ സോമന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ട് നമുക്ക് അതൊന്ന് പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം.
പണ്ട് ഡൽഹിയിൽ അണ്ണ ഹസാരെ സമരം നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്ന് ബാബ രാംദേവ് ചുരിദാറിട്ട് പെൺവേഷം കെട്ടി വന്നിട്ട് പിന്നെ മുങ്ങിയതും ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സംവരണം എന്ന ചുരിദാർ ഇടിപ്പിച്ച് മണ്ഡല പുനർനിർണയം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കൂട്ടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറച്ച് അധികാരത്തിൽ തുടരുക. പക്ഷേ സംഗതി ഒത്തില്ല. യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണ ബില്ലല്ല, പുരുഷ സംവരണ ബില്ലാണ്. അതാണ് തമാശ. 2023 സെപ്റ്റംബർ 23 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഐകകണ്ഠ്യേന പാസാക്കിയതാണ് ലോക്സഭയിലും നിയമസഭയിലേക്കുമുള്ള വനിതാ സംവരണ ബില്ല്. 2 വർഷമായിട്ടും ആ നിയമം നോട്ടിഫൈ ചെയ്തിരുന്നില്ല. 2 ദിവസം മുമ്പാണ് അത് നോട്ടിഫൈ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 46 സീറ്റുകളിൽ വനിതാ സംവരണം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു സീറ്റിനായി ആണധികാരത്തിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്ന സ്ത്രീകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുമായിരുന്നില്ല. വനിതാ സംവരണം ഇപ്പോൾ നടപ്പാക്കിയാൽ ലോക്സഭയിൽ 543 സീറ്റിൽ 181 സീറ്റ് സ്ത്രീകൾക്കും ബാക്കി 362 സീറ്റ് പുരുഷന്മാർക്കുമായി ചുരുങ്ങും. ഇന്ന് 469 പുരുഷ എംപിമാരുണ്ട്. അവരിൽ പലരുടെയും രാഷ്ട്രീയ ഭാവി തീർന്നുപോകും. അതിനെ മറികടക്കാൻ കണ്ട മാർഗമാണ് പാർലമെന്റിൽ 850 സീറ്റുകൾ ഉണ്ടാക്കുക എന്നത്. അങ്ങനെ വന്നാൽ 570 സീറ്റുകൾ പുരുഷന്മാർക്ക് കിട്ടും. അതായത് നിലവിലുള്ളതിനേക്കാൾ 100 സീറ്റ് കൂടുതൽ പുരുഷന്മാർക്ക് കിട്ടും. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? ഇനി പറയുന്നത് ജനസംഖ്യാ അനുപാതത്തിൽ എംപിമാരുടെ എണ്ണം വേണമെന്നാണ്. ഒരു തെറ്റുമില്ല. പക്ഷെ അതിലുമുണ്ട് മോദിജിയുടെ വക ഉടായ്പ്. ഈ 850 സീറ്റുകളിൽ 815 എണ്ണം സംസ്ഥാനങ്ങൾക്കും ബാക്കി 35 എണ്ണം 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? ഇപ്പോൾ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി 19 സീറ്റാണുള്ളത്. ജനസംഖ്യ അനുസരിച്ചാണെങ്കിൽ 23 സീറ്റേ പാടുള്ളൂ. ഇന്ന് പക്ഷെ 3.5% സീറ്റുകളുണ്ട്. ആ കണക്കിലാണെങ്കിൽ 29 സീറ്റേ പാടുള്ളൂ. അപ്പൊ പിന്നെ ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? മോദിജിയുടെ ബുദ്ധിയെ നിങ്ങൾ വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 7 എണ്ണവും ജനസംഖ്യ വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ ഒരു സീറ്റ് മാത്രമേ കിട്ടൂ. ഇനിയാണ് കളിയിലെ കാര്യം. ബാക്കിയുള്ള 2 എണ്ണം ഡൽഹിയും ജമ്മു കാശ്മീരുമാണ്. അപ്പോൾ ബാക്കിയുള്ള 28 സീറ്റ് ഡൽഹിയും കാശ്മീരുമായി വീതിക്കുമ്പോൾ ഡൽഹിയുടെ ഇന്നത്തെ 7 സീറ്റ് 2.5 ഇരട്ടി കൂടി 17 ആകും. ജമ്മു കാശ്മീരിന്റെ 5 സീറ്റ് 11 ആകും. ഡൽഹി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP തൂത്തുവാരിയ സ്ഥലമാണ്. അവിടെ 17 BJPക്ക് കിട്ടിയാൽ പുളിക്കുമോ? ജനസംഖ്യ കണക്കനുസരിച്ചാണ് എങ്കിൽ 12 സീറ്റാണ് വേണ്ടത്. പക്ഷെ ഡൽഹിക്ക് മാത്രം 17 കിട്ടും. ഇതുപോലെ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ ആ കാഞ്ഞ ബുദ്ധി ഉപയോഗിച്ചാൽ ഇപ്പോൾ കാശ്മീരിലെ 2 സീറ്റ് BJPക്ക് വേണമെങ്കിൽ 6 ആക്കാം. അപ്പോൾ ജനസംഖ്യ അനുപാതത്തിലല്ല വീതം വെക്കാൻ ഉദ്ദേശിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? 2011 സെൻസസ് പ്രകാരം ഡൽഹിയുടെ കൃത്യം 2 ഇരട്ടി ജനസംഖ്യയുണ്ട് കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് 34 സീറ്റ് കിട്ടണം. പക്ഷെ പുതിയ കണക്കിൽ 23 സീറ്റേ ഉള്ളൂ. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? 1971 സെൻസസ് പ്രകാരമാണ് ഇന്നത്തെ സീറ്റുകൾ നിർണയിച്ചിരിക്കുന്നത്. അന്ന് കേരളത്തിൽ 2,10,00,000 ജനസംഖ്യ. അതുകൊണ്ട് കേരളത്തിന് 20 സീറ്റ്. കർണാടകത്തിൽ 2,92,00,000. അതുകൊണ്ട് 28 സീറ്റ്. തമിഴ്നാട്ടിൽ 4,11,00,000. അതുകൊണ്ട് 39 സീറ്റ്. അന്ന് പക്ഷേ ഉത്തർപ്രദേശിൽ 8.8 കോടിയും ബീഹാറിൽ 5.6 കോടിയുമായിരുന്നു ജനസംഖ്യ. ഇന്ന് പക്ഷെ അത് 3 ഇരട്ടിയായി. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും കൂടി ചേർത്താൽ ഇന്ന് 26 കോടി പേരുണ്ട്. ബീഹാറും ജാർഖണ്ഡും ചേർത്താൽ 17.5 കോടിയുണ്ട്. അവിടെ ജനസംഖ്യ 3 ഇരട്ടിയായപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ജനസംഖ്യ കുറഞ്ഞു. ബാംഗ്ലൂരിലെ പ്രവാസികളെ ഒഴിച്ചു നിർത്തിയാൽ കർണാടകയിലും ഇതേ സ്ഥിതി തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്കുള്ള ശിക്ഷയല്ലേ സത്യം പറഞ്ഞാൽ മോദി കൊണ്ടുവന്ന ഈ ഉഡായിപ്പ് ബില്ല്? 2029 ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു അടവ് മാത്രമല്ലേ ഇത്? അല്ലെങ്കിൽ എന്തിനാണ് ഡൽഹിക്ക് കൂടുതൽ സീറ്റ്? ഇന്നത്തെ 543 എംപിമാരിൽ എത്ര പേർക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്? എന്തിന് പ്രധാനമന്ത്രി എത്ര ദിവസം പാർലമെന്റിൽ വരുന്നുണ്ട്? ഈ 543 നേരെ 850 ആക്കിയാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ സമയം കിട്ടുമോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് പാർലമെന്റെങ്കിൽ അവിടെ ഉള്ളവർക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കുകയല്ലേ വേണ്ടത്? അതോ കൂടുതൽ ആളുകളെ കൊണ്ട് നിറയ്ക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഈ ബില്ലിനെ തോൽപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ഇല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. കേട്ടല്ലോ. അതായത് ഇപ്പോൾ അനിൽ അക്കരെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ രാജ്യത്തോട് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷങ്ങളെയും അനാവശ്യമായി വലിച്ചഴിക്കുകയും
കള്ളത്തരങ്ങൾ പറഞ്ഞ് വോട്ട് തട്ടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അനിൽ അക്കരെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പരാതി കൊടുത്തു കഴിഞ്ഞ ഇലക്ഷൻ കമ്മീഷന്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി, നമസ്കാരം.